ഇല്ലടാ കൊല്ല് 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 അതാ വേണ്ടത് നടന്ന്. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഭജന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്തൊരു ഭജനയാണ് ഇത്, എന്തൊരു വെറുപ്പിക്കലാണ്. ആ ഒരു ഭജൻസ് ഉണ്ടല്ലോ, എന്നാൽ നന്ദഗോപൻ ഭജൻസാ. ആ പിള്ളേർ കൊള്ളാം. ആ പിള്ളേർ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തിസാന്ദ്രമായിട്ട് തന്നെയാണ് പാടുന്നത്. പിന്നെ ഇപ്പം കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കളെ ഒരു രക്ഷയിലായിരുന്നു. കാരണം എന്തൊക്കെ കോപ്രായങ്ങളാണ് സ്റ്റേജിൽ കിടന്ന് കളിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരൊക്കെ കളിക്കുന്നത്. അതായത് ഇവർ കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പാട്ട് പാടിയിട്ട് അതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇതെന്തോ വൈറലാക്കുക. ഇതൊന്നും അല്ല ഈ ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നു മക്കളെ, അതെന്ന് പറഞ്ഞാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് വരേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ ദൂരെ നിന്ന് കേൾക്കുന്ന വ്രതങ്ങൾ വ്യായാമങ്ങൾ നിത്യ, ആ പാട്ട് കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുളിർമയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രാവിലെ കേൾക്കുന്ന സുപ്രഭാതം, ആ സുപ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ചില ഗ്രാമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് പാലക്കാട് പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പരമ്പരാഗതമായ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അമ്പലത്തിൽ ഇന്നും ഉപയോഗിക്കുന്നത് എന്താണെന്നറിയാം, ആ പഴയകാല സുപ്രഭാതമില്ലേ, ആ 4:30 മണിക്കുള്ളൊരു സുപ്രഭാതം, അതാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഭജനയുടെ പേരും പറഞ്ഞ് കുറേ ആൾക്കാർ, കുറേ പെണ്ണുങ്ങളായാലും കുറേ എണ്ണമായാലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കോപ്രായങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഭജനയെ പോലും വെറുതെ വിടാതെ ഭജനയെ പോലും വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവരെല്ലാവരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗമായിട്ട്, അതായത് ഭജനയൊക്കെ പാടുമ്പോൾ നമ്മൾ നീറ്റായ നല്ല ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ ധരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വേണം പാടാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിന്മേൽ കയറിയിട്ട് ഇതൊരു കോപ്രായം പോലെ അല്ലെങ്കിൽ ഇത് വേറെ എന്തോ ഒരു പോലെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാട്ടിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ പാട്ട് എഴുതിയവന്മാർ, ആ പാട്ട് എഴുതിയ ആൾക്കാരില്ലേ, അവർ ചിലപ്പോൾ നിങ്ങളെ ശപിക്കുന്നുണ്ടാവുമായിരുന്നു. കാരണം ഇമാതിരി തോന്നിയ വാസമാണോ സ്റ്റേജിൽ കയറി പാടേണ്ടത്? അതായത് ഈ പാട്ട് എഴുതിയവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോട് കൂടിയിട്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ മയിൽപീലി എഴുതിയ, അതുപോലെ തന്നെ മയിൽപീലിൻ്റെ ആ ഒരു സോങ് പാടുമ്പോൾ ദാസേട്ടൻ അങ്ങേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോട് കൂടിയിട്ട് വേറെ ഒന്നും കഴിക്കാതെ ആ ഭക്തിയോട് കൂടിയിട്ട് വന്നിട്ടാണ് മയിൽപീലെ രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ആ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അല്ലാതെ ഇവിടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്നാൽ ഡാൻസും ചെയ്തുകൊണ്ട് തുള്ളിക്കൊണ്ട് ഇങ്ങനെയൊന്നും അല്ല പാടിയിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുമ്പോൾ ഇത്ര ചിരിക്കാനുള്ളത്, എന്നിട്ട് പിന്നെ കുറേ ആൾക്കാർ പാടി അങ്ങനെ പാടി എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഗോഷ്ഠിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു സ്റ്റേജിൽ സിത്താനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടാണ് കണ്ടത്. എൻ്റെ പൊന്നും മക്കളെ, സത്യം പറയാലോ, അവരുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും പറഞ്ഞു. നല്ല തള്ളു കേട്ടിട്ട് തന്നെയാണ് പോയത്. സംഭവം ശരിയാണ്, അവർക്ക് ഇത്രയും ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുത്താനും പിടിച്ചിരുത്താനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭജനയാണോ അത്? നിങ്ങൾ പാടുന്നതിലും ഓക്കെയാണ്, എന്താ വെച്ചാൽ അത് ഭജനയാണോ? ഇത് ഭജനയായിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ഇത് ഭജനയൊന്നല്ല. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഇതൊന്നും അല്ല വേണ്ടത്. ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നത് എന്തിനാ? ഭക്തിസാന്ദ്രമായിട്ട് ഭക്തിയോട് കൂടിയിട്ട് അതിൻ്റെ ഇതിൽ പോകണമായിരുന്നു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഭജന എന്നുള്ള പേരും പറഞ്ഞിട്ട്, ഇപ്പോൾ ഭജന എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ കണ്ടോ, ഭജന എന്ന് സ്വാമി സ്വാമി നീ ഒന്നാം ഇങ്ങനെ വരെ വരും. നിങ്ങൾ കണ്ടോ? അത് ഉറപ്പായിട്ടെന്നാണ് നിയമാട പാട്ട് അടുത്ത പ്രാവശ്യം അതായിരിക്കും. അതുപോലെ ദാങ്കണക്ക ആ സാമിത്ത് ഇങ്ങനെയൊക്കെയാണ് വരുവേനി പാട്ട്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിനിമാ പാട്ടിൻ്റെ ഇടയിൽ ഇതും കൂടി കുത്തി കയറ്റിയിട്ട് ഇതാണ് ഇവരുടെ പരിപാടി. ഞാൻ ഇപ്പോഴാലോചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണെന്നറിയാം, നമ്മളെ ഇയാളില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇളയരാജ പറയുന്നുണ്ട്, എൻ്റെ പാട്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ തരേണ്ടി വരുന്നു. എല്ലാവരും അങ്ങേരത്ത് പിന്നെ പറയുന്നുണ്ട്, അങ്ങേരെന്തൊരു അഹങ്കാരിയാണ്, പാവപ്പെട്ട ആൾക്കാരല്ലേ. പക്ഷെ പാട്ടിനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാൾക്കാരും ഇതാ പറയുക. എൻ്റെ അഭിപ്രായം കൈതപ്പുറം സാർ വരെ വരണം, ഇമാതിരി കോപ്രായത്തിനെതിരെ പ്രതികരിക്കണം. അതാ വേണ്ടത്. ഈ സ്റ്റേജിന്മേൽ കയറിയിട്ടുള്ള കോപ്രായം വളരെ മോശം തന്നെയാണ്. ഭജന പാടാൻ വന്നു കഴിഞ്ഞാൽ ഭജന ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു വലിയ സംഭവമാക്കിയിട്ടൊന്നും വേണ്ട. അത് കൃത്യമായിട്ട് നോർമലായിട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ അത് കേൾക്കാൻ രസമാണ്. ഇപ്പം നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു ഭജന കണ്ടില്ല, ഏതാ വെച്ച് കഴിഞ്ഞാൽ അത് വൈറലായതാണ് ഭയങ്കരമായിട്ട്. അതായത് തുളസിക്കതി നുള്ളിയെടുത്ത് ഒരു പെണ്ണ് പാടുന്നുണ്ട് നിങ്ങൾ, അതെല്ലാം ഒരു ഭജന സംഘം, അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതെന്ന് പറയുന്നത് കുറേ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാട്ടുകൾ, ഇവരുടെ ചിരികൾ, ഇവരുടെ അട്ടഹാസങ്ങൾ, ഇവരുടെ ഇതെന്താ ഇത് ഏടിയ ഉത്സവപ്പറമ്പ ഇത്? അത് മനസ്സിലാകുന്നില്ലേ? ഭഗവാന്റെ തിരുമുറ്റത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പാട്ട് പാടുന്നത്. ആ ഓർമ്മ വേണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയോ അല്ല.
ഇതൊരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡിസ്കോ ഡാൻസ് പോലെ ആകരുത് ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരുന്നു, അല്ല മാഷേ എന്നാ പിന്നെ DJ-യും ഗാനമേളയിലും ഉണ്ടല്ലേ? എടോ അതും മോശം തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന അല്ലെങ്കിൽ നമ്മുടെ ദേവസന്നിധിയിൽ ചേർന്ന അതേപോലത്തെ ഗാനങ്ങളാണ് വേണ്ടത്. നിങ്ങൾക്ക് DJ-യും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, അതായത് നിങ്ങളൊരു സ്റ്റേജ് കണ്ടെത്ത്, എന്നിട്ട് അവിടെ അവതരിപ്പിക്കുക. പക്ഷേ ഭഗവാന്റെ സന്നിധിയിൽ ഈ ഭജന എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ കോപ്രായങ്ങളാകരുത്. അതേ എനിക്ക് വേണ്ടു. വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ, ആ നല്ല രീതിയിൽ ഭക്തിയോട് കൂടിയിട്ട് നമ്മളെ പൂർവികരൊക്കെ ഇന്ന് കാണുന്ന പാട്ടില്ലേ, അതായത് ഇപ്പോൾ ഏതോനാടോ നല്ല പാട്ട് എഴുതുന്നത്, പണ്ട് എഴുതിയ പാട്ടല്ലേ ഇതൊക്കെ. ആ പണ്ട് എഴുതിയ പാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഭക്തിയോട് കൂടിയിട്ട്, അതായത് ചിട്ടയോട് കൂടിയിട്ട് അങ്ങനെ എഴുതി. അങ്ങനെയാണ്. അതായത് മയിൽപ്പീലി എന്ന് പറയുന്ന ആ ഒരു കാസറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നിരാതം പ്രേമത്തോടാണോ, അതുപോലെ പിന്നെ ഹരിക്കാമ്പൂജി രാഗം പഠിക്കുവാൻ, ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ. അത് എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് പാടിയത് കൊണ്ടാണ് ആ പാട്ട് ഇന്നും ആ ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം അയ്യപ്പന പിന്നെ ഉറക്ക് പാട്ട് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. അത് നമ്മുടെ യേശുദാസ് സാറ് പാടിയതാണ്. ആ യേശുദാസ് സാറ് അത് പാടിയത് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു രീതി കൃത്യമായിട്ട് നമുക്ക് ആ പാട്ടിങ്ങനെ, അതായത് നമ്മളിപ്പോഴിങ്ങനെ പമ്പേന്ന് ഇങ്ങനെ സന്നിധാനത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആ രാത്രി ആ ഉറക്കുപാട്ട് വെച്ച ആ സമയത്താണെങ്കിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ചലിച്ചു പോകുമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഉറങ്ങുന്നത് നമുക്ക് കൺമുന്നിൽ ഇങ്ങനെ കാണാം. അതാണ് പാട്ട്. അല്ലാതെ ആ പാട്ടിൻ്റെ കൂടെ ഈ മറ്റേ എന്താണ് സോനാ സോനാ പാട്ടിൻ്റെ കൂടെ മറ്റേ വരിയും ചേർത്തിട്ട് സ്വാമി സ്വാമി നീ 1-ാം നമ്പർ ഈ പാട്ടും കൂടി വരും അടുത്ത ആഴ്ച. ഇതും കൂടി നമ്മൾ കാണേണ്ടി വരും. ഇതിങ്ങനെ പോക്കാണെങ്കിൽ ആൾക്കാർ പറയും ഇവരാ നല്ലതെന്ന് പറയും. നാളെ ഏതെങ്കിലും വന്നിട്ട് ഇരുത്തം വന്നിട്ട് ഈ തുള്ളലും കൊണ്ടിങ്ങനെ തുള്ളിയിട്ട് സ്വാമീൻ്റെ പേരും വിളിച്ച് പാടിക്കഴിഞ്ഞാൽ ഓനാവില്ലതെന്ന് പറയും. അടുത്ത പ്രാവശ്യം വരും. കാരണം ഇതുവരെ ഇല്ലാത്ത കോപ്രായങ്ങളാണ് ഈ ഭജന എന്ന് പറയുന്ന പേരിൽ ഇപ്പം കേൾക്കുന്നത്. ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാദ്യം. ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വലിയ പാട്ടുകാരനൊന്നും ആകണ്ട. അവിടെ ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്നൊരു പ്രസാദമാണ്. അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ. അല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ വിചാരം ഇവരുടെ ഇതും ഇവരുടെ മറ്റേ പൊട്ടിച്ചിരിയും ഇവരിങ്ങനെ ഇതൊന്നും കാണാനില്ല. ഇതല്ല ഭജന, ഇത് കോപ്രായം. ഇത് കോപ്രായം മാത്രമാണ് അമ്പലങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഭജന എന്ന് പറയുന്ന പേരിൽ കോപ്രായം കാണിക്കാതെ നിങ്ങൾ 4 പാട്ട് പാടിയാൽ മതി. ആ 4 പാട്ട് അപ്പോൾ പറയും എൻ്റെ ഏട്ടാ അങ്ങനെയൊന്നും പാടിക്കഴിഞ്ഞിട്ട് ആളെ കിട്ടൂല എന്ന്. ശരിയായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്തര് മതി നിങ്ങൾക്ക്. അതാണ് ഞാൻ പറയാം, ഒരു ഭക്തര് മതി. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാലും കോപ്രായങ്ങളാണ്. അത് നിർത്തിയിട്ട് നല്ല ഭജനകൾ പാടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലാണ് വന്നത്, അല്ലെങ്കിൽ അമ്പലം പരിപാടിയാണിത് എന്നുള്ള രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ ഗാനമേള നടത്തിക്കോ, നടത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ള പുതിയൊരു സംഭവമാണ് ഈ ഭജന എന്ന് പറയുന്ന ഇതിൽ വന്നിട്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കോ, അത് കഴിഞ്ഞിട്ട് പോവുക. ഇപ്പോൾ ഈയിടെയായിട്ട് തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴിയാണ്, വേറെയൊന്നുമല്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കട്ടിങ്ങുകൾ ഉണ്ടാവില്ല, ചിരിക്കൽ, അപ്പോൾ ഇങ്ങനെ ആക്കലൊക്കെ ആയിട്ട് ഇതിങ്ങനെ മുറിച്ചങ്ങ് കാണിക്കും. അപ്പോൾ ഇവർ ഭയങ്കരടാ, ഇവർ കൊള്ളാലോ, അങ്ങനെ അങ്ങ് ആൾക്കാർ കയറും. അതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭജൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അതൊരു ഗ്രൂപ്പ് വേറെ തന്നെയാണ് മക്കളെ. അതൊക്കെ കാണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് അവരൊന്നും ഈ ഇൻസ്റ്റാഗ്രാം ഫേമസ് ഒന്നും ആയിരിക്കില്ല. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഉണ്ടാവില്ല. അവരൊക്കെ സാധാരണ ഭജനകളാകും. ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അതായത് ഇന്ന സംഘം അവതരിപ്പിക്കുന്ന ഭജനകൾ നമ്മൾ കേട്ടിരുന്നു പോകും. എന്താണ് അവർ ഭക്തിസാന്ദ്രമായിട്ടാണ് പാടുന്നത്. പക്ഷെ ഇതൊരു മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രായം കാണിച്ച് ജനങ്ങളെ വെറുപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഭജന ആ ഭക്തിയോട് കൂടിയിട്ട് പാടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കട്ടിങ് ഇടാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ചിരിച്ചിട്ടും ഇതെല്ലാം ആയിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ അത് അതിൻ്റേതായ ഭക്തി. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഭജന സംഘങ്ങളെയും തന്നെയാണെന്ന് പറയുന്നത് കേട്ടാ. നിങ്ങൾ വിചാരിക്കേണ്ട ഒരാളെ മാത്രമാണെന്ന്. ഞാൻ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കളിക്കുന്ന എല്ലാവരെയാന്ന് പറഞ്ഞത്. കോപ്രായം കാണിക്കാത്തവരെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അമ്പലത്തിൽ കിടന്നിട്ട് നിങ്ങൾ ഈ കോപ്രായങ്ങൾ പാടില്ല, അതൊരാൾ പോലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഒരാളെ മാത്രമല്ല കേട്ടാ, എല്ലാവരെയോ പറയുന്നത്, കോപ്രായം കാണിക്കുന്നവർ ഹൈപ്പ് ചെയ്യാൻ മറന്നുകൊണ്ടാട്ടാ.